ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി ചെയ്യാൻ പറ്റുന്ന 3 പുത്തൻ റെസിപ്പീസുമായിട്ടാണ്. ചപ്പാത്തി കഴിച്ച് മടുത്തവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു വെറൈറ്റി പൊറോട്ടയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിനകത്തോട്ട് 1.5 കപ്പ് ആട്ട ചേർത്തിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ മൈദ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് ആട്ട വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ സാധാ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയേക്കാൾ കൂടുതൽ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം, ഇച്ചിരിയും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അത്രയും നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഞാനിവിടെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് സാധാരണ നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി നേരം വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുക. പക്ഷേ ഇതങ്ങനെയും വെക്കൊന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ ചപ്പാത്തി ചെയ്യുന്ന അത്രയും സമയം തന്നെ മതി നമുക്ക്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രമേ ചേർത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വേറൊരു കാര്യം കൂടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതേ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ഉരുക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കട്ടിയായിട്ടുള്ള നെയ്യ് ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നോർമൽ ആണെങ്കിൽ അങ്ങനെ തന്നെ എടുത്താൽ മതി. അതിനകത്തോട്ട് ഞാൻ ഒരു പിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇനി ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച മാവിൽ നിന്ന് കുറച്ച് വലിയ ഉരുളയായിട്ട് നമ്മൾ സാധാരണ പൊറോട്ടക്കൊക്കെ എടുക്കില്ലേ, ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാൾ ഇച്ചിരി കൂടെ വലുപ്പത്തിൽ എടുക്കാൻ നോക്കുക. അപ്പോഴാണ് നമുക്കിത് കറക്റ്റ് സൈസ് കിട്ടുന്നത്. അപ്പോൾ അതേ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുള എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാ പോലെ ഒന്ന് പരത്തിയെടുക്കാം. പക്ഷെ നമ്മളിത് കുറച്ച് വലുപ്പമുള്ള ഉരുള ആയതുകൊണ്ട് തന്നെ പരത്തുമ്പോൾ മാക്സിമം വട്ടത്തിൽ തന്നെ പരത്താൻ നോക്കുക, വലിയതായിട്ട് തന്നെ പരത്താൻ നോക്കുക. കാരണം ഇത് നമ്മൾ മടക്കി എടുക്കുന്നുണ്ട്. നമ്മളെല്ലാം ചപ്പാത്തി ചെയ്യുന്ന പോലെ തന്നെയാണ്. അവസാനത്തെ ആ സ്റ്റെപ്പ് മാത്രമേ നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നുള്ളൂ. കാണാനൊരു പൊറോട്ട പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേ നന്നായിട്ട് ഞാൻ ഇവിടെ പരത്തിയെടുത്ത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ പരത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല ആ നെയ്യിൻ്റെയും മല്ലിയിലേൻ്റെയും കൂട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം. നെയ്യാണെങ്കിൽ ഒരു പ്രത്യേക സ്മെല്ലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അതുപോലെ നമ്മൾ മല്ലിയില ചേർക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു രുചി ഉണ്ടാവും മല്ലിയിലേൻ്റെ. അപ്പോൾ ഒന്ന് മൊത്തത്തിൽ നമുക്ക് നെയ്യൊന്ന് തടവി കൊടുക്കുക. നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫുള്ളായിട്ട് തേച്ചതിന് ശേഷം ഇതൊന്ന് മടക്കിയെടുക്കണം. നമ്മൾ പണ്ട് കുഞ്ഞിലൊക്കെ വിശറിയൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ, ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് അതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, സിമ്പിളാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ശരിക്കും ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതുപോലെ മടക്കിയെടുക്കുക. ഓരോ സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഞാനിത് ഒരുവിധം എല്ലാം ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തതിന് ശേഷം ഇത് നീളത്തിലാണ് കിട്ടുക. അത് എന്നിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പൊറോട്ട ചെയ്യുന്ന പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ അത് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരുടെയും ഒന്ന് നീളത്തിലൊന്ന് ഇതാക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പൊറോട്ട റോൾ ചെയ്യുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഫുള്ളായിട്ടൊന്ന് റോൾ ചെയ്തതിന് ശേഷം അതിൻ്റെ അറ്റത്തുള്ളത് നമുക്ക് അടിയിലോട്ടായിട്ട് ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. നമ്മൾ പൊറോട്ട ചെയ്യുന്ന പോലെ തന്നെയാണ്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കൈ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ചപ്പാത്തി കുഴൽ വെച്ചിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അതൊരുപാട് പ്രസ് ചെയ്ത് പരത്താനും പാടില്ല. സാധാരണ പോലെ നമ്മൾ ഇങ്ങനെ പരത്തിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് റെഡി ആയി കിട്ടും. കാരണം നമ്മൾ എണ്ണയൊക്കെ തടവിയത് കൊണ്ട് തന്നെ, നെയ്യൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ പണി. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കി ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ അതേ അടുത്തത് ഞാൻ ഇതേപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നമ്മൾ മല്ലിയിലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ. അപ്പോൾ ഇനി നമുക്കിത് ചൂടായ കല്ലിലിട്ടിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. നമ്മൾ സാധാരണ പൊറോട്ട ചുടുന്ന പോലെ തന്നെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ അതേ ഞാൻ കല്ല് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല ചൂടുള്ളപ്പം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 സൈഡും ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ മല്ലിയില ഇതാക്കണമെങ്കിൽ നമുക്ക് മേലെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി കാണാൻ ഭംഗി ഉണ്ടാവും. അപ്പോൾ അത് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
കരിയുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് തീ ഒന്ന് കുറച്ച് വെക്കുക. അപ്പോൾ ഇത് ഏകദേശം 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ആ ലെയറൊക്കെ നമുക്ക് വേറെ തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എടുക്കുവാണ്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഇനി ചുട്ടെടുക്കുക. ഇത് നമുക്ക് ചൂടോടെയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്നും ആവശ്യമില്ല കഴിക്കാനായിട്ട്. അപ്പോൾ അല്ലാത്തപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ കറിയോ എന്ത് കറി വേണം, നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കഴിക്കുന്ന എന്ത് കറി വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളിയാണ് കഴിക്കാനായിട്ട്. നമ്മൾ സാധാരണ ചപ്പാത്തി കഴിക്കുന്ന ടേസ്റ്റേ അല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. എന്നും ഒരേപോലെ കഴിക്കാതെ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് കഴിച്ച് നോക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ നല്ല ലെയറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്, കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ നല്ല ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല കിഡിലും ഫില്ലിംഗ് ഒക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ആട്ടപ്പൊടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിനകത്തോട്ട് 2 കപ്പ് ആട്ടപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പാണ്. അപ്പോൾ അത് 2 കപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് മൈദ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. ഒരു ആട്ടപ്പൊടി ആകുമ്പോൾ നമുക്ക് ഹെൽത്തി അല്ലേ, അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്കിനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യോ ഓയിലോ എന്തായാലും കുഴപ്പമില്ല, നെയ്യാണ് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഇത് നന്നായിട്ട് കൈവച്ചൊന്ന് തിരുമിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ തന്നെയാണ്. അതിനേക്കാൾ ഇച്ചിരിയും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഞാനിതേ ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് നമുക്ക് പറ്റുമെങ്കിൽ 1 മണിക്കൂർ വെക്കുക. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ മസാല ഉണ്ടാക്കി കഴിയണവരെ വെച്ചാലും മതി. കുറച്ച് നേരം വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. പിന്നെ ഞാനിവിടെ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എരിവ് ഇഷ്ടമാണെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പക്ഷേ അത് ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇതൊട്ടും കരിയാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് 1/2 കപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഞാൻ തലേന്ന് കുതിർത്തിയിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ച് വെച്ചതാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഞാൻ ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ചാറ്റ് മസാല ചേർക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ എന്തായാലും ചേർക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ചേർക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതിനകത്തോട്ട് 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് തൊലി കളഞ്ഞ് ഉടച്ച് ചേർത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഗ്രീൻ പീസും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒക്കെ വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് ഈ മസാലക്ക്. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് മല്ലിയില 1 പിടി ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്തോളൂ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ജസ്റ്റ് 1 മിനിറ്റൊക്കെ നമ്മളിതൊന്ന് മസാല പിടിക്കാൻ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്ന് നമുക്കിനി ചപ്പാത്തിയുടെ ആ ഒരു വലുപ്പത്തിന് ബോൾ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഇനി ബാക്കിയെല്ലാം ചപ്പാത്തി ചെയ്യുന്ന പോലെ തന്നെയാണ് നന്നായിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ചപ്പാത്തിക്ക് പരത്തണ പോലെ തന്നെ പരത്തിയെടുക്കാം. അത്രയും തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ നോക്കുക. അപ്പോൾ അതേ നമ്മളിത് പരത്തിയെടുക്കുകയാണ്. നല്ല റൗണ്ട് കിട്ടണ പോലെ പരത്തിയെടുക്കുക. അപ്പോൾ ഞാനിത് അത്യാവശ്യം നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിംഗ് വെക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് മയണൈസ് ചേർക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ മയണൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് 1 ടീസ്പൂൺ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം, ടൊമാറ്റോ സോസ്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് നമ്മൾ അത്യാവശ്യം ചേർക്കണം, അപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കുന്ന സമയത്ത്. പിന്നെ ഈ മയണൈസും ടൊമാറ്റോ സോസും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ അതില്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. എന്നിട്ട് നമ്മളിത് ഇതേപോലെ 3 സൈഡിൽ നിന്നും കോണായിട്ടൊന്ന് മടക്കിയെടുക്കുക. അപ്പോൾ നമുക്കൊരു ത്രികോണത്തിൻ്റെ ഒരു ഷേപ്പ് കിട്ടും.
ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഒട്ടിക്കിട്ടാനായിട്ട് എല്ലാ സൈഡിലും നമുക്ക് കുറച്ച് വെള്ളം തൊട്ടിട്ടൊന്ന് നനച്ച് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഒട്ടിക്കിട്ടും. അപ്പോൾ ഇതിങ്ങനെ മടക്കി ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. മടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എല്ലാവരുടെയും ഒന്ന് നനച്ചിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ നമുക്കിതേ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരെണ്ണമൊക്കെ മതി ഒരാൾക്ക് വയറ് നിറയാനായിട്ട്. കാരണം അത്യാവശ്യം ഫില്ലിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്, വയറും പെട്ടെന്ന് നിറയും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം. മയണൈസും അതേപോലെ തന്നെ ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അത്യാവശ്യം ഫില്ലിങ്ങും വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമേ ഇത് റൗണ്ടായിട്ട് ഫുൾ എല്ലാവരും ഒന്ന് വെള്ളം ഇതേപോലെ അറ്റത്ത് തൊട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും. കുറച്ച് മയണൈസും ആക്കിയിട്ടുണ്ട് ഞാൻ മുകളിൽ. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ചുട്ടിട്ട് വരാം. ചുട്ടെടുക്കുന്നതൊക്കെ നമ്മൾ സാധാരണ ചപ്പാത്തി ചുടുന്ന അതേപോലെ തന്നെയാണ്. ഇതിങ്ങനെ മടക്കിയെന്ന് വെച്ചാൽ ഒരുപാട് നേരമൊന്നും വേണ്ട വേവാനായിട്ട്. കാരണം നമ്മൾ നല്ല തിന്നായിട്ട് ചപ്പാത്തിക്ക് പരത്തണ പോലെ തന്നെയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ മുകളിൽ കുറച്ച് നെയ്യ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യോ ഓയിലോ എന്തായാലും കുഴപ്പമില്ല, നെയ്യാണ് കുറച്ചുകൂടി ടേസ്റ്റാണ്. ഇനി നമുക്ക് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഒന്ന് ചുട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാനിത് ഒരെണ്ണം ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് കൂടെ ഒന്ന് സെർവ് ചെയ്യണമെന്നില്ല. ഞാൻ ജസ്റ്റ് മയണൈസ് ഉണ്ടാക്കിയത് കൊണ്ട് മയണൈസിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. മയണൈസോ ടൊമാറ്റോ സോസോ ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നല്ല കിടിലം ഫില്ലിംഗ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പം മയണൈസ് എന്നെപ്പോലെ ഇഷ്ടമുള്ളവരാണെങ്കിൽ മയണൈസിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കണ്ണൂക്കാരുടെ ഒരു മടക്ക് ചപ്പാത്തിയാണ് ഞാൻ കാണിക്കുന്നത്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വേഗം തന്നെ നോക്കിയിട്ട് വരാം. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ആട്ടപ്പൊടി എടുക്കുന്നുണ്ട്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കപ്പാണ് കേട്ടോ. അപ്പോൾ അതിൽ 2 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി മുട്ട ചേർത്ത് കൊടുക്കാം. ഒരു മുട്ട മതി നമുക്ക്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് മൈദ വെച്ചിട്ടുള്ള പാൽപ്പൊറോട്ടേൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുറച്ചും കൂടെ ഗോതമ്പിനേക്കാളും ടേസ്റ്റ് മൈദ വെച്ചിട്ടാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ട് പ്രിഫർ ചെയ്യുന്നവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഇനി ഇതിനകത്തോട്ട് ഞാനിത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നെയ്യിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ പകരം ഓയിൽ എടുത്തോളൂ, കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. പാൽ തന്നെ വേണം, ഇളം ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ പാൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ പൊറോട്ടയൊക്കെ കുഴക്കുന്ന പോലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ നോക്കുക. കൗണ്ടർ ടോപ്പിലോ എവിടെയെങ്കിലും ഇട്ടൊന്ന് കുഴച്ചെടുത്താലും മതി. അപ്പം ഞാനിതേ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല പൊളിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇത്ര സോഫ്റ്റായിട്ട് വരണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാവരുടെയും ഒന്ന് ആക്കി കൊടുക്കുക. ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി. വെക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഞാൻ 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തീരെ സമയമില്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് എടുത്ത് വെക്കാൻ നോക്കുക. അപ്പോൾ ഇത് ഞാൻ 1 മണിക്കൂറിന് ശേഷമാണ് ബാക്കി ചെയ്യുന്നത്. അപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ പൊറോട്ടയുടെ ആ ഒരു മാവിനെ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് 2ആയിട്ട് മാറ്റാം. അതിനുശേഷം നമ്മളിത് പരത്തിയെടുക്കാൻ പോവുകയാണ്. നമ്മളിത് വലിയ റോളായതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കൗണ്ടർ ടോപ്പിലോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് പരത്തായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം നമുക്കിത് നല്ല തിന്നായിട്ട് എടുക്കണം. എത്രത്തോളം തിന്നാക്കി നിങ്ങൾക്ക് പരത്താൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കി പരത്താൻ നോക്കുക. അപ്പോൾ ഞാനിത് കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് സിംഗിളായിട്ട് പരത്തിയെടുക്കാം. നമ്മൾ ഈ മടക്ക് ചപ്പാത്തിയൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന് വേണമെങ്കിൽ അങ്ങനെ നമുക്കിത് ചെയ്തെടുക്കാം. പക്ഷേ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എല്ലാം കൂടി ഒരുമിച്ച് നല്ല തിന്നാക്കി ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതേ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഒന്ന് നെയ്യൊന്ന് തടവി കൊടുക്കുക.
നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. പക്ഷേ നെയ്യാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആണെന്ന് മാത്രം. അപ്പോൾ എല്ലാവരുടെയും നല്ലപോലെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എന്നാലേ നമുക്ക് ലെയറായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിത് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്കിത് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിത് ഫുള്ളായിട്ട് റോൾ ചെയ്തതിന് ശേഷം ഇത് കട്ട് ചെയ്തിട്ടാണ് ഇനി പരത്താൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മൊത്തമായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് വലുപ്പത്തിൽ കട്ട് ചെയ്യേണ്ട. ഒരെണ്ണത്തിന് നമുക്കൊരു 6-7 പീസാക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ലെയറായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വരുമ്പോഴും നല്ല ലെയറൊക്കെ കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഒത്തിരി വലുപ്പത്തിൽ പെട്ടെന്ന് തീരണമെങ്കിൽ ഒരു 4 പീസൊക്കെ ആക്കി എടുത്താലും മതി. അപ്പോൾ ഞാനിത് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇനി ഇത് പരത്തിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പൊടിയിട്ടതിന് ശേഷം ഇത് നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമ്മളിത് പരത്തിയെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്കിത് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കുക. ഒരുപാട് തിന്നാക്കേണ്ട ആവശ്യമില്ല. ഇത്തിരി കട്ടിയിൽ തന്നെയാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതേപോലെയാണ് വേണ്ടത്. ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. ഇത് നമ്മൾ ഗോതമ്പ് പൊടിയിൽ ചെയ്തതുകൊണ്ട് ചപ്പാത്തിയുടെ ആ ഒരു ടേസ്റ്റൊന്നും ആണെന്ന് വിചാരിക്കരുത്. വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാൻ നല്ലതാണ്. നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ചുടുന്നതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കാരണം അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അല്ലാതെ എണ്ണ വേണ്ടാത്തവർക്ക് ഞാനിപ്പോൾ ചെയ്യണ പോലെ തന്നെ ചെയ്താൽ മതി. സാധാരണ നമ്മൾ ചപ്പാത്തി ചുടുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഇതും ചുട്ടെടുക്കുന്നത്. ഒരുപാട് സമയമൊന്നും വേണമെന്നില്ല, കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. അപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും. ഇത് നന്നായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആ നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഇത് നന്നായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ചുട്ടെടുക്കാം. ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ചൂടോടെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ചുമ്മാ ചായയുടെ കൂടെ ആണെങ്കിലും നമുക്ക് ചൂടോടെ ആകുമ്പോൾ നല്ലതാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതേ അടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാനത് കാണിക്കുന്നത്. പക്ഷേ എന്നാലും നല്ല സോഫ്റ്റായിട്ടാണ് ഇപ്പോഴും ഉള്ളത്. നമ്മളിത് റോൾ ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് പരത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലെയറൊക്കെ നമുക്ക് ഉള്ളിൽ കിട്ടും. അതുകൊണ്ട് കഴിക്കുമ്പോഴും പ്രത്യേക ഒരു ചപ്പാത്തി കഴിക്കുന്ന ഫീൽ ആയിരിക്കില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ആ പാൽ പൊറോട്ട മുമ്പ് ഇട്ടത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതും എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കിടക്കുന്ന വീഡിയോ ആയിട്ട് നാളെ 3 മണിക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.